ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ഒരു അടിപൊളി ബനാന ഫ്രൈ തയ്യാറാക്കാം. ഐനാസ് പോലെ ലുക്കുള്ള ഒരു ബനാന ഫ്രൈ. അതിനായിട്ട് ഞാനിവിടെ നല്ല നീളമുള്ള നേന്ത്രപ്പഴങ്ങളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ഒരുപാട് പഴുത്ത പഴം എടുക്കരുത് കേട്ടോ, കാരണം അത് നമ്മൾ കട്ട് ചെയ്തെടുക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ പഴം ബാറ്ററിൽ മുക്കി ഓയിലേക്ക് ഇടുമ്പോൾ അത് പൊട്ടിപ്പോവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 നേന്ത്രപ്പഴങ്ങളാട്ടോ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം നേന്ത്രപ്പഴത്തിൻ്റെ തൊലി ഉരിഞ്ഞ് കളഞ്ഞ് നമുക്കത് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു നേന്ത്രപ്പഴത്തിനെ 3 നീളത്തിലുള്ള ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് നേന്ത്രപ്പഴത്തിൻ്റെ 2 തുമ്പൊന്ന് ചെത്തി മാറ്റാം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ഷേപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ 2 നേന്ത്രപ്പഴത്തിൽ നമുക്ക് 6 പീസുകളായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കത് മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ നീളത്തിലുള്ള ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുത്തിരിക്കുന്നത്. നീളത്തിലുള്ള പാത്രം എടുക്കാൻ കാരണം നല്ല നീളമുള്ള നേന്ത്രപ്പഴമായ കാരണം ബാറ്ററിൽ മുക്കിയെടുക്കുമ്പോൾ അത് നേന്ത്രപ്പഴം പൊട്ടിപ്പോതിരിക്കാനാട്ടോ. അപ്പോൾ ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഞാനൊരു മിക്സിഡ് ജാറിലേക്ക് ഈ ഒരു കപ്പിൻ്റെ 1/4 ഭാഗം മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം അരിപ്പൊടി, വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് കളറിനായിട്ട് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മധുരത്തിന് നമുക്ക് അല്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കൊന്നൊന്ന് കറക്കിയെടുക്കാം. അപ്പം നല്ലതുപോലെ മാവ് കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടും. അപ്പോൾ അതിനായിട്ട് ഞാൻ അങ്ങനെ ചേർക്കുന്നത്. അപ്പോൾ നമുക്കിനി മിക്സിയിൽ അടിച്ചെടുത്ത ആ മാവൊന്ന് നമ്മുടെ പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് ആ മാവിലേക്ക് അല്പം നല്ല ജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതല്പം മതി. ഇനി ജീരകം ഇഷ്ടമുള്ളവർക്ക് കൂടുതലിട്ട് കൊടുക്കാം, ഇഷ്ടമില്ലാത്തവർക്ക് ഇത് അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒരു ഏലക്കായ അല്ലെങ്കിൽ കുറച്ച് ഏലക്കയുടെ പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അധികം ആവരുത് കേട്ടോ. എല്ലാം ഒരു പാകത്തിന് ഒരു നുള്ള് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഞാനിത് ഏലക്ക ചതച്ചെടുത്തിട്ട് അതിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ലപോലെ ചതച്ചെടുത്തൊരു ഏലക്ക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബാറ്റർ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇനി പഴംപൊരി ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കാം. അതിനായിട്ട് അടുപ്പത്ത് ഒരു ഫ്രൈ പാൻ വെച്ച് അത് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ പഴംപൊരിയുടെ ടേസ്റ്റ് മാറും കേട്ടോ. അപ്പോൾ ഓയിലാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്. ഇനി ഓയിൽ ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം കേട്ടോ, അതിനൊരു കുഴപ്പമില്ല. ഓയിൽ നല്ലതുപോലെ ചൂടാകുമ്പോൾ നമുക്ക് ബാറ്ററിൽ മുക്കി പഴം ഓരോന്നായിട്ട് ഫ്രൈ പാനിലിട്ട് പൊരിച്ചെടുക്കാം. ഓയിൽ നല്ലതുപോലെ ചൂടായതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണ്ടോ നമുക്ക് പഴം ഫ്രൈ പാനിലേക്ക് ഇടാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ മാവ് കരിഞ്ഞു പോവും. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. ഞാനിവിടെ ഓരോ പഴവും ബാറ്ററിൽ മുക്കി എണ്ണയിലേക്ക് ഇടുമ്പോൾ എക്സ്ട്രാ ഞാൻ അതിൻ്റെ മേലേക്കൂടെ ഒന്ന് ആ ബാറ്റർ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നല്ല ആ ഒരു ഐനാസിൻ്റെ ഒരു ലുക്ക് കിട്ടും. ആ മാവ് അവിടെ ഇവിടേക്ക് ആയിട്ട് ഒന്ന് പിടിക്കുമ്പോൾ. ഒരു സൈഡ് നല്ല വേവാകുമ്പോൾ നമുക്കിത് ഒന്ന് മറിച്ചിടാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് വറുത്തെടുത്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്കൊരു ടിഷ്യൂ പേപ്പറിൽ വെച്ച് നമുക്കതൊന്ന് കോരി മാറ്റാം. അപ്പോൾ അധികമുള്ള ഓയിലൊക്കെ അത് വലിച്ചെടുക്കും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത സെറ്റ് പൊരിച്ചെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നീളത്തിലുള്ള നേന്ത്രപ്പഴം കൊണ്ട് പഴംപൊരി ഉണ്ടാക്കിയപ്പോൾ എനിക്കൊരു ഐനാസിൻ്റെ ഒരു ലുക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഐനാസ് പോലെ പറഞ്ഞത്.
അയിനാസിന് പല സ്ഥലങ്ങളിലും മടക്ക് എന്നിട്ട് പറയുക. എൻ്റെ സ്ഥലത്തൊക്കെ മടക്കാണ്, ഞാൻ തൃശ്ശൂർക്കാരി കേട്ടോ. അപ്പോൾ എൻ്റെ സ്ഥലത്തൊക്കെ ഇതിനെ മടക്ക് എന്ന് പറയുക. അയിനാസ് എന്നൊക്കെ ഞാൻ വേറെ സ്ഥലങ്ങളിൽ പോയപ്പോഴാട്ടോ കേട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് പഴംപൊരിയും തയ്യാറാക്കി നോക്കി അഭിപ്രായം അറിയിക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പം ഞാനിവിടെ ഈ പഴംപൊരി തയ്യാറാക്കാനായിട്ട് എക്സ്ട്രാ കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. അതായത് ബേക്കിംഗ് സോഡയോ കളറോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെയായിട്ട് ഇത് ഉണ്ടാക്കിയിരിക്കണേ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ. അതുപോലെ തന്നെ 4 മണിക്ക് പറ്റിയ ഒരു സ്നാക്കാട്ടോ, കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴംപൊരി.